അല്പസമയം ദൈവവചനം നമ്മൾ ചിന്തയ്ക്കായി ഇന്ന് വചനം നോക്കുമ്പോൾ യശയ്യാവിൻ്റെ 55 യശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 55 ഐസയ ചാപ്റ്റർ 55 വേഴ്സ് നമ്പർ 3. ഐസയ 55 വേഴ്സ് നമ്പർ 3 55:3. Come to me with your ears wide open. Listen and you will find life. I will make an everlasting covenant with you. I will give you all the unfailing love I promised to David. എന്റെ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ അചഞ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ആമേൻ. കം ടു മീ. അപ്പോൾ എങ്ങനെയാ കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? വിത്ത് യുവർ ഇയേഴ്സ് വൈഡ് ഓപ്പൺ. ഹല്ലേലൂയ. നിങ്ങളുടെ ചെവികൾ തുറന്ന് വിശാലമായിട്ട് കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ജീവൻ കണ്ടെത്തും. ഹല്ലേലൂയ. വചനം, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. ഹല്ലേലൂയ. അപ്പം എത്രയധികം വചനം കേൾക്കുന്നോ, അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ വരേണ്ടത് കാതുകൾ തുറന്ന് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി. ഇന്ന് പറഞ്ഞേ, ഞാൻ ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കേട്ട് കഴിഞ്ഞാലോ കർത്താവിൻ്റെ വചനം പറയുന്നു, യു വിൽ ഫൈൻഡ് ലൈഫ്. ഹല്ലേലൂയ. നിങ്ങൾ ജീവൻ കണ്ടെത്തും, നിത്യജീവൻ കണ്ടെത്തും, ജീവൻ സമൃദ്ധിയായി കണ്ടെത്തും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അപ്പം കേൾക്കും തോറും സമൃദ്ധിയുള്ള ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശാലമായ ഒരു ജീവിതത്തിനകത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഞാൻ നിന്നോട് കൂടെ ഒരു നിത്യമായി നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദൈവം നമ്മളുമായിട്ട്, ദൈവം എന്നോട് പറഞ്ഞേ, ഹല്ലേലൂയ, ദൈവം എന്നോട് ഒരു ഉടമ്പടി ഉണ്ടാക്കും. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കും. തലമുറ അനുഗ്രഹിക്കുന്ന വണ്ണം ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും തമ്മിലൊരു എഗ്രിമെൻറ്റിലുണ്ടാക്കും. അപ്പോൾ ആര് ദൈവവചനം കേൾക്കുന്നോ, ആര് കാതുകൾ തുറന്ന് കർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നോ, കേൾക്കുന്നോ, അവരും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാകുക. ജീവനകത്തേക്ക് കയറി ഒരു ഉടമ്പടി ഉണ്ടാക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, വചനം പറയാണ്, ഐ വിൽ ഗിവ് യു ഓൾ ദി അൺഫെയിലിംഗ് ലവ് ഐ പ്രോമിസ്ഡ് ടു ഡേവിഡ്. ഹല്ലേലൂയ. ദാവീദിന് കൊടുത്ത എന്നേക്കും നിലനിൽക്കുന്ന, ഒരിക്കലും വിട്ടുമാറാത്ത, ഒരിക്കലും തോറ്റുപോകാത്ത ഒരു സ്നേഹമുണ്ടല്ലോ. ഏതൊരു അവസരത്തിനകത്തും, ഏതൊരു പ്രതിസന്ധിക്കകത്തും ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം നിന്റെ കൂടെ ഇരിക്കും എന്ന് ഉറപ്പായിട്ടും കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ട് ഹല്ലേലൂയ കർത്താവുമായിട്ട് ഒരു ഉടമ്പടി, ഒരു ബന്ധത്തിനകത്ത് അല്ലേ. നമ്മളെപ്പം ദൈവവചനം കേൾക്കുന്നോ അതൊക്കെ വാഗ്ദത്തങ്ങളാണ്. കർത്താവിൻ്റെ ഓരോ വചനവും നമ്മളോടുള്ള വാഗ്ദത്തങ്ങളാണ്, നമ്മളോടുള്ള പ്രോമിസാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കും തോറും ഓരോ തവണയും കർത്താവുമായിട്ടുള്ള ആ ഉടമ്പടി പുതുക്കുക, കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധം പുതുക്കുക. എന്നിട്ട് കർത്താവ് പറയുവാണ്, എൻ്റെ യേശു പറയുവാണ്, ഞാൻ ദാവീദിന് കൊടുത്ത ആ ഒരിക്കലും വിട്ടുകളയാത്ത സ്നേഹം, അൺഫെയിലിംഗ് ലവ് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി വന്നാലും മനുഷ്യൻ ഇട്ടേച്ച് പോയേക്കാം, പക്ഷെ ദൈവം പറയും, ഇല്ല കുഞ്ഞെ, ഞാൻ നിന്നെ ആ വിഷയത്തിനകത്തുനിന്ന് നിന്നെ കരകയറ്റിയിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടുകളയത്തില്ല, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടല്ലാതെ ഞാൻ മാറിപ്പോകത്തില്ല. കർത്താവ് ഒരിക്കലും മാറിപ്പോകത്തില്ല. പക്ഷെ ഞാൻ നിന്നെ ആ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തിറക്കാതെ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. സ്തോത്രം. അങ്ങനെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹം ഒന്ന് ജീവിതത്തിനകത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധിക്കകത്തായിരിക്കും ഏറ്റവും അധികം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഏറ്റവും വലിയ പ്രതിസന്ധിക്കകത്ത് കർത്താവ് വാശി പിടിച്ചിരുന്നിട്ട് പറയും, ഇല്ല, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടല്ലാതെ, ഞാൻ നിന്നെ വിടുവിച്ചിട്ടല്ലാതെ, നിന്റെ നന്മ നീ കണ്ടിട്ടല്ലാതെ ഞാൻ നിന്റെ അടുത്തുനിന്ന് മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാൻ അടങ്ങിയിരിക്കത്തില്ല. നിനക്ക് ഈ വിഷയത്തിനകത്ത് ഞാൻ നിനക്കൊരു പരിഹാരം തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് വചനം അവിടെ പറയാം, അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയാം, ദേ നോക്കിക്കേ, സീ ഹൗ ഐ യൂസ് ടു ഡിസ്പ്ലേ മൈ പവർ among the peoples. I made him a leader among the nations. ഹല്ലേലൂയ. ഏതോ മരുഭൂമി
അരമനയ്ക്കകത്ത് കിടന്ന ദാവീദ്, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ആട്ടിടയൻ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് നോക്കിക്കേ, കർത്താവ് പറയുക, നിങ്ങളൊന്ന് നോക്കിക്കേ, ആർക്കും വേണ്ടാതെ കിടന്ന ഒരുത്തനെ ഞാൻ എടുത്തിട്ട് രാജാക്കന്മാരുടെ മുൻപിൽ ഞാൻ നിർത്തി, ദേശങ്ങൾക്ക് കാണത്തക്ക വണ്ണം നിർത്തി. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ കണ്ടിട്ട് തലവണക്കി ബഹുമാനിക്കുന്ന വണ്ണം ഞാൻ ഒരു ഉയർന്ന നിലവാരത്തിൽ നിർത്തി. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, അതേപോലെ തന്നെ. ഹല്ലേലൂയ. ആ 5-ാം വാക്യം വളരെ ഇമ്പോർട്ടൻ്റ്. ബൈബിളുള്ളവരൊക്കെ ബൈബിളിനകത്തകത്ത് അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് അതിനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതി വെക്കണം, എന്നോടുള്ള വാഗ്ദത്തമാണെന്ന്. എന്നിട്ട് കർത്താവോട് പറയുക, ദാവീദിനെ എങ്ങനെയാ അനുഗ്രഹിച്ച്, ദാവീദിനെ എങ്ങനെയാ കർത്താവ് കൈവിടാതെ നിന്നത്. അല്ലേ, ദാവീദിനെ എങ്ങനെയാ ലോകത്തിൻ്റെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, അവനെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, അവനെ കൊല്ലാൻ ശ്രമിച്ചവരുടെ മുമ്പിലൊക്കെ ഉയർത്തി നിർത്തിയത്. അതേപോലെ 5-ാം വാക്യം പറയാ, യു ഓൾസോ വിൽ കമാൻഡ് നേഷൻസ് യു ഡു നോട്ട് നോ. അല്ലേ, നിനക്ക് പരിചയമില്ലാത്ത, നിനക്കറിയാൻ മേലാത്ത രാജ്യങ്ങൾക്ക് നീ ഹല്ലേലൂയ നീ ഓർഡേഴ്സ് കൊടുക്കുമെന്ന്, നീ കമാൻഡ് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അവരോട് ഇൻസ്ട്രക്ഷൻസ് പറയുമെന്ന്, അവരുടെ ആജ്ഞകൾ പറയുന്ന, ഓർഡേഴ്സ് പറയുമെന്ന്. ഹല്ലേലൂയ. ആൻഡ് പീപ്പിൾസ് അൺനോൺ ടു യു വിൽ കം റണ്ണിങ് ടു ഒബേ. ഹല്ലേലൂയ. നീ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ നിന്നെ അനുസരിക്കാൻ വേണ്ടി ഓടി വരുമെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ഉയർന്ന ഒരു നിലവാരത്തിലാക്കുമെന്ന്, മറ്റുള്ളവർ നോക്കുമ്പോൾ നിന്റെ മേലൊരു വലിയ ബഹുമാനം ഇടുമെന്ന്, മറ്റുള്ളവർ നോക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ മേലൊരു വലിയ പദവി ഇടുമെന്ന്. നിന്നോട് ചോദിച്ചിട്ടല്ലാതെ, ഹല്ലേലൂയ എന്നോടും നിങ്ങളോടും ചോദിച്ചിട്ടല്ലാതെ ഹല്ലേലൂയ മറ്റുള്ളവർ ഒന്ന് വിരളനക്കത്തില്ല. നിങ്ങളോടും എന്നോടും അനുവാദം ചോദിക്കാതെ, നിങ്ങളോടും എന്നോടും ഉപദേശം ചോദിക്കാതെ മറ്റുള്ളവരൊന്ന് ചലിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ നിങ്ങളെയും ബഹുമാനത്തിൻ്റെയും പദവിയുടെയും ഹല്ലേലൂയ മറ്റുള്ളവരൊന്ന് നോക്കി ബഹുമാനിക്കുന്ന വണ്ണം ഒരു തലത്തിൽ കൊണ്ടിരുത്തുവെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കുടുംബത്തിനകത്ത് നിങ്ങൾ പറയുന്ന വാക്കുകളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലേ, ആരും ബഹുമാനിക്കുന്നില്ലേ? ഉറപ്പായിട്ട് ഈ വചനം സത്യമായതുകൊണ്ട് ഉറപ്പായിട്ടും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പദവി ഇടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദവി വീണ് കഴിഞ്ഞാൽ മറ്റുള്ളവരനുസരിച്ചേ പറ്റൂ, മറ്റുള്ളവർ ബഹുമാനിച്ചേ പറ്റൂ, മറ്റുള്ളവർ നിങ്ങൾ കാര്യമുള്ളവരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ജോലി സ്ഥലത്ത് ബഹുമാനമില്ലേ? ജോലി സ്ഥലത്ത് ആരും പരിഗണിക്കുന്നില്ലേ? ഞാൻ പറയട്ടെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം പറയുന്നു, യു ഓൾസോ വിൽ കമാൻഡ് നേഷൻസ് യു ഡു നോട്ട് നോ. നീ അറിഞ്ഞിട്ടില്ലാത്ത, നിനക്ക് മുൻപരിചയമില്ലാത്ത ഹല്ലേലൂയ ജാതികളെ, രാജ്യങ്ങളെ നീയും ഹല്ലേലൂയ കമാൻഡ് ചെയ്യുമെന്ന്. എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് കൊടുക്കുമെന്ന്. ഒരു ശതാധിപൻ അല്ലേ, ഒരു റോമൻ ഓഫീസർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ റോമൻ ഓഫീസറിനെ തിരിച്ചറിയാമായിരുന്നു. റോമൻ ഓഫീസർ പറഞ്ഞു, ഗുരു നീ അവിടെ നിന്നിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ബാല്യക്കാരൻ സുഖമാകും. ഹല്ലേലൂയ. എന്നിട്ട് ഈ ഓഫീസർ പറയാ, എനിക്കറിയാം എന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന്, ഞാനും ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാ. ഞാൻ പോകാൻ പറഞ്ഞാൽ എൻ്റെ കീഴിലുള്ള ജോലിക്കാരൊക്കെ പോകും, ഞാൻ വരാൻ പറഞ്ഞാൽ എൻ്റെ കീഴിലുള്ള ജോലിക്കാർ വരും. അത്ര വലിയ പദവിയാണ് എനിക്കുള്ളത്. അങ്ങനെയെങ്കിൽ ഗുരു നീ ഒന്ന് പറഞ്ഞാൽ മതി, ആൾക്കാർ പോകും വരും, എൻ്റെ വീട്ടിലെ രോഗി സൗഖ്യമാകും ഒക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ ഹല്ലേലൂയ അടയാളം, ദൈവത്തിൻ്റെ അടയാളം, പരിശുദ്ധാത്മാവായ അടയാളം എൻ്റെ നിങ്ങളുടെ മേൽ വീണിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ദൈവമക്കൾ എന്നുള്ള പദവിയിലുള്ള ഒരു പൊസിഷനിൽ ഹല്ലേലൂയ നമ്മൾ പറയുമ്പോൾ, ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ പറയുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിളിച്ചു പറയുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. മാറിപ്പോകേണ്ടത് മാറിപ്പോകും, സൗഖ്യമാകേണ്ടത് സൗഖ്യമാകും, വിട്ടുപിരിയേണ്ടത് വിട്ടുപിരിയും, നേരെയാകേണ്ടത് നേരെയാകും. ഹല്ലേലൂയ. എൻ്റെ വായിലെ വാക്ക് കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. കണ്ടോ, യു ഓൾസോ വിൽ കമാൻഡ് നേഷൻസ് യു ഡു നോട്ട് നോ. നിനക്ക് അറിവില്ലാത്ത, നിനക്ക് അറിഞ്ഞിട്ടില്ലാത്ത രാജ്യങ്ങൾ നിന്നെ അനുസരിക്കും. ഹല്ലേലൂയ. ആൻഡ് പീപ്പിൾസ് അൺനോൺ ടു യു വിൽ കം റണ്ണിങ് ടു ഒബേ. നീ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർ, നീ അറിഞ്ഞിട്ടില്ലാത്ത ജാതികൾ ഹല്ലേലൂയ നിന്നെ അനുസരിക്കാനായിട്ട് വരും. ഓ, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേലൊരു പദവി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവരനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ മക്കളൊക്കെ അനുസരണയില്ലേ?
ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ എൻ്റെ മേലെ മഹത്വം ഒന്ന് അണിഞ്ഞ്, എൻ്റെ മേലെ മഹത്വം ഒന്നിട്ടേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എൻ്റെ മക്കളൊന്ന് അനുസരിക്കട്ടെ, ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യ ഒന്ന് അനുസരിക്കട്ടെ, ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് ഒന്ന് അനുസരിക്കട്ടെ, യേശു കർത്താവിൽ ഞാൻ പറയുന്നത് ഇന്ന വ്യക്തി ഒന്ന് അനുസരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിൻ്റെ ആ 8-ാം വാക്യം, 8-9 വാക്യം, 8-ാം വാക്യം പറയുക, മൈ തോട്ട്സ് ആർ നത്തിങ് ലൈക്ക് യുവർ തോട്ട്സ്. കണ്ടോ, നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ പലതും മറ്റുള്ളവരോട് പറയുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ ഒരല്പം സംശയം മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നാലും ഇത് നടക്കുമായിരിക്കുമോ? ചിലതൊക്കെ കേൾക്കുമ്പോൾ എന്നാലും ഇത് നടക്കുമായിരിക്കുമോ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ വെച്ചല്ലേ. എന്താ, നമ്മൾ നമ്മളുടെ കഴിവിൽ ആശ്രയിക്കുന്ന കൊണ്ട്. സ്തോത്രം. പക്ഷേ കർത്താവിൽ പറയുന്ന കർത്താവിൻ്റെ കഴിവിൽ ആശ്രയിച്ചാലോ വളരെ ഈസിയാണ്. നമ്മളോട് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ ഹല്ലേലൂയ വാക്കിനകത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ പവറിനകത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ എല്ലാം സാധ്യമാണ്. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞ് സകലതും സാധ്യമാണ്. എന്താ സകലതും സാധ്യം? കർത്താവിൻ്റെ വചനം പറയുക, എൻ്റെ ചിന്ത പോലല്ല നിങ്ങളുടെ ചിന്ത. ഹല്ലേലൂയ. മൈ തോട്ട്സ് ആർ നത്തിങ് ലൈക്ക് യുവർ തോട്ട്സ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യരോട് പറയുക എന്ന് പറഞ്ഞാൽ ഈ വലിയവനായ ദൈവം കുഞ്ഞു മനുഷ്യരോട് പറയുക, മനുഷ്യരെ നിങ്ങളുടെയൊക്കെ ചിന്തകൾ ചെറുതാ. നമുക്ക് നമ്മളുടെ ചിലപ്പോൾ ഒരു അടുത്ത 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഒക്കെ നമുക്ക് ചിന്തിക്കാം അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൻ്റെ അറ്റം വരെയും ചിന്തിക്കാം. അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുമോ? അല്ലേ. അതിനപ്പുറം എൻ്റെ കൊച്ചുമക്കൾ അവർ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു, ഇന്ന വിധത്തിൽ പഠിക്കുന്നു, ഇന്ന വിധത്തിൽ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? കൊച്ചുമക്കളെക്കുറിച്ച്, കൊച്ചുമക്കളുടെ പദവിയെക്കുറിച്ച് പറ്റുന്നില്ല അല്ലേ. നമ്മൾക്ക് നമ്മളുടെ മക്കളുടെ ഒരു കല്യാണപ്രായം വരെയൊക്കെ എങ്ങനെയൊക്കെ കഷ്ടിച്ചൊന്ന് ചിന്തിക്കാം. പക്ഷെ കർത്താവ് പറയുക അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ ചിന്തകൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ആയസ്സിനകത്തുള്ള ചിന്തകളായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ ചിന്തകളോ ഹല്ലിയ നമ്മുടെ ചിന്തകളെ തോപ്പിക്കുന്ന വണ്ണമുള്ള ചിന്തകളാണ്. ഹല്ലിയ. നമ്മുടെ ബുദ്ധിക്കൊക്കെ പരിമിതികളുണ്ട്. നമ്മളുടെ ബുദ്ധിക്ക് നമ്മളുടെ അറിവിനും പഠിത്തത്തിനും സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ പണത്തിനും അനുസരിച്ചുള്ള പരിമിതികളുണ്ട്. അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിനകത്ത് കിടക്കുന്ന പൈസയുടെ അത്രയും വരെയും ചിന്തിക്കാം. അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലിയ. കർത്താവിൻ്റെ വചനം പറയുക, നിങ്ങളുടെ ചിന്തകളെക്കാട്ടിലും വലുതും വിശാലവുമായത് എൻ്റെ ചിന്തകൾ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, എൻ്റെ വഴികളോ ഹല്ലേലൂയ ഇറ്റ് ഈസ് ഫാർ ബിയോണ്ട് എനിത്തിങ് യു കുഡ് ഇമാജിൻ. ഹല്ലേലൂയ. നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ ഭാവിയുടെ കാര്യങ്ങളെയും ഒക്കെ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ഇന്ന് കർത്താവ് കൃപ പകരട്ടെ. ഹല്ലേലൂയ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറം ചെയ്തെടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും, ഉയ്യോ അത് പെട്ടെന്ന് നടന്നു, അല്ലെങ്കിൽ പറയും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അത് നടന്നു. എങ്ങനെയാണ് അത് നടക്കുന്നേ? കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാട്ടിലും വലുതായതുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവ് എൻ്റെ ഭാവിയെ ഒന്ന് പ്ലാൻ ചെയ്ത് തരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ട് കൂടെ ഇരിക്കണം. എന്നിട്ട് ആ പ്ലാനിങ് മേടിക്കണം. കർത്താവിനോട് പറഞ്ഞ ആ പ്ലാൻ എനിക്കൊന്ന് തരണം, എൻ്റെ ഭാവിയെക്കുറിച്ച് ഉള്ള ഒരു പദ്ധതി. ഹല്ലേലൂയ. എന്നിട്ട് വചനം 9-ാം വാക്യം ഐസിയ 55:9 പറയാ, for just as the heavens are higher than the earth, so my ways are higher than your ways and my thoughts are higher than your thoughts. 9 വായിച്ചേ. ആകാശവും ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മളുടെ വിചാരങ്ങളും വഴികളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി കർത്താവ് പറയുക, ആകാശം ഭൂമിയിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ, ആകാശം എങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെ. ഓ വണ്ടർഫുൾ. ഹല്ലേലൂയ. അതേപോലെ വലുപ്പത്തിലാണ് ഹല്ലേലൂയ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളെക്കുറിച്ച്. ഇത്ര അത്ഭുതകരമായ കാര്യം ഇന്ന് പറഞ്ഞേ, എൻ്റെ വഴി വിശാലമുള്ള വഴിയാണ്, എൻ്റെ ഭാവി വിശാലമുള്ള ഭാവിയാണ്, എൻ്റെ ഭാവി ഭയങ്കര ഉയർച്ചയുടെ ഭാവിയാണ്. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ
സ്വപ്നം കാണണം, വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് നടക്കും എന്ന് കാണണം. ഹല്ലിയ. ഇപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും, ഇപ്പം കയ്യിലെടുക്കാനൊന്നും കാണത്തില്ല, പഠിത്തം കാണത്തില്ല, ചിലപ്പം എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. പ്രാർത്ഥിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരിക്കോളം ഒന്ന് നടന്നു കാണും. നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ മിടുക്കൊന്നുമല്ല, കർത്താവ് സൗജന്യമായി നമുക്ക് നൽകിയിട്ട് ഒരല്പമേ കണ്ടിട്ടുള്ളൂ. കർത്താവിൻ്റെ പൂർണ്ണമായി ചെയ്യുന്ന ആ തൻ്റെ മഹത്വത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെയ്യുന്നത് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കർത്താവിൻ്റെ വചനം അവിടെ പറഞ്ഞത്, നിനക്കറിഞ്ഞുകൂടാത്ത ആൾക്കാർ നിന്നെ അനുസരിക്കാനായിട്ട് വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ ഓടി വന്ന് നമ്മളെ ബഹുമാനിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രാജാവ് നടന്നു പോകുമ്പോൾ നമുക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒന്നും മിണ്ടാതെ ഒന്ന് അറ്റൻഷനിൽ നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് കൈകൂപ്പും, അല്ലെങ്കിൽ ഒന്ന് സല്യൂട്ട് അടിക്കും. സ്തോത്രം. എന്തെങ്കിലും ഒന്ന് ചെയ്യും, എങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കും, ഹല്ലേലൂയ, ബഹുമാനത്തോടെ ഒന്ന് നിൽക്കും. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നേ, നീ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ നിന്നെ ബഹുമാനത്തോടെ അനുസരിക്കുവാനായിട്ട് വരും. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വഴികൾ വിശാലമായ വഴികൾ, എൻ്റെ വഴികൾ ഉയർന്ന വഴികൾ, എൻ്റെ വഴികൾ ഹല്ലേലൂയ വലുപ്പത്തിൻ്റെ വഴികൾ. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് എഴുതിത്തള്ളിയ മേഖലകളുണ്ടോ? അയ്യോ, ഇതൊന്നും ശരിയാകത്തില്ല, ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഇതൊന്നും കുണം പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ആ വാക്കുകളെയൊക്കെ നിർവീര്യമാക്കി കളയണം. എന്നിട്ട് വിളിച്ചു പറയണം, ഞാൻ ഇതുവരെയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിനകത്ത് കാണാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം ഉയർച്ചയിൽ നിന്ന് ആ ഉയരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് 11 പറയുക, എൻ്റെ വാക്കും ഇതേപോലെയാ, അത് പോയി അതിൻ്റെ സകല പ്രവൃത്തികളും ചെയ്തെടുക്കും. ഹല്ലേലൂയ. ദൈവവചനം ഹല്ലേലൂയ വിളിച്ചു പറയും തോറും വിളിച്ചു പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, ഉയർച്ച പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ക്രിസ്തുവായ തലയോളം നമ്മൾ വളരാനാ പറയുന്നത്. ആത്മീയത്തിൽ നമ്മൾ വളരും തോറും നമ്മളുടെ ഭൗതികം വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. എത്രയധികം വളരാൻ സാധിക്കുമോ അത്രയധികം വളരണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നത്, എൻ്റെ വാക്ക് പോയി, എൻ്റെ വചനം പോയി, അതതിൻ്റെ ക്രിയ ചെയ്ത് മടങ്ങി വരും. ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിച്ചിട്ട് മടങ്ങി വരും. ഹല്ലേലൂയ. എന്നിട്ട് അതിനെ പറഞ്ഞു വിടുന്ന വഴിയിലെല്ലാം ഹല്ലേലൂയ ഇറ്റ് വിൽ പ്രോസ്പർ. ഹല്ലേലൂയ. അത് വർദ്ധിക്കും, അതൊരു നന്മ കൊണ്ടുവരും, അത് വലുപ്പം കൊണ്ടുവരും, അത് ഉയർച്ച കൊണ്ടുവരും, അത് കീർത്തി കൊണ്ടുവരും. ഞാൻ പറയട്ടെ, ഇന്ന് വചനം കൊണ്ട് നടക്കുന്ന നാം ഓരോരുത്തരും, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഈ വചനത്തിനെ കയറി മുറുകെ പിടിക്കാമെങ്കിൽ, വചനം സ്വന്തമാക്കാമെങ്കിൽ, യോശുവയോട് പറഞ്ഞതുപോലെ വചനം കയ്യേലും നെറ്റിയേലും ഉമ്മറപ്പടിമേലും ഒക്കെ എഴുതി വെച്ച് വചനം എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ എല്ലിൻ്റെ, എൻ്റെ മാംസത്തിൻ്റെ, എൻ്റെ ചിന്തയുടെ, എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒക്കെ ഭാഗമാക്കാമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ജാതികൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ വന്ന് നമ്മുടെ മുമ്പിൽ കൈകൂക്കും, ബഹുമാനിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഉറപ്പായിട്ടും ബഹുമാനം വെച്ചിട്ടുണ്ട്. കർത്താവിനെ സേവിക്കുന്നവർക്ക് ഉറപ്പായിട്ടും കർത്താവ് ഉയർച്ച വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത്രയും നാളും തള്ളിക്കളഞ്ഞവർ, എന്തോ ഇനി കൊള്ളിക്കും എന്നൊക്കെ പറഞ്ഞവർ വന്ന് കൈകൂപ്പുന്ന സമയമാണ്. ഹല്ലേലൂയ. വന്ന് ബഹുമാനിക്കുന്ന സമയമാണ്. ഞാൻ പറയട്ടെ, അവരൊക്കെ വന്നിട്ട് ആലോചന ചോദിക്കും. അവർ പറയും, ഒന്ന് പ്രാർത്ഥിക്ക്, ഒന്ന് ഞങ്ങളോടൊന്ന് ദൂത് പറ, ഞങ്ങളോടൊന്ന് ആലോചന പറ. കിട്ടുന്ന വാക്യം വിളിച്ചു പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ചിലവരൊക്കെ തള്ളിക്കളഞ്ഞവർ, നിന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, നീ എന്തോ ഇനി കൊള്ളിക്കുമെന്നൊക്കെ ചോദിച്ചവർ ഈ നാളുകളിൽ ഉറപ്പായിട്ടും വന്നിട്ട് ഹല്ലേലൂയ വന്നിട്ട് നിങ്ങളോട് ആലോചനകൾ ചോദിക്കും, നിങ്ങളോട് പ്രാർത്ഥന ചോദിക്കും, അവരോടൊന്ന് നല്ലതായിട്ട് സംസാരിക്കാൻ പറയും. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തും. ഇന്ന് വിളിച്ചു പറയണം, കർത്താവ് എന്നെ ബഹുമാനിക്കും, കർത്താവ് എന്നെ ഉയർത്തും, എന്നെ ഉയർന്ന നിലവാരത്തിൽ ഇരുത്താൻ പോകുക. ഹല്ലേലൂയ. ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും കർത്താവ് ഉയർത്തുന്ന സമയം വന്നിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് കയറി നിൽക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ കർത്താവിനോട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികൾ വിശാലം, ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളെക്കുറിച്ചുള്ളത് വലുത്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ ചെറുതായി പോകുന്നത് കൊണ്ട്, നമ്മുടെ
കാഴ്ചപ്പാടുകളും എല്ലാം ചെറുതായി പോകുന്നത് കൊണ്ട് നമ്മൾക്ക് കർത്താവിൻ്റെ ആ വലുപ്പത്തിലുള്ള നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ വലിയ പദ്ധതിക്കകത്ത് എനിക്കൊന്ന് കയറി നിൽക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങയുടെ വലിയ ഉദ്ദേശം എന്നെക്കുറിച്ചുള്ളത് എനിക്കൊന്ന് തിരിച്ചറിയാൻ എന്നെ ഒന്ന് സഹായിക്കണം. അതിനനുസരിച്ച് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആ വലിയ പദ്ധതിക്ക് അനുസരിച്ച് എനിക്കൊന്ന് നീങ്ങാൻ എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ ഹല്ലിയ. പറഞ്ഞേ, എന്നെ മാനിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ മാനിക്കുന്നത്? ഹല്ലിയ. എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ ബഹുമാനിക്കുന്നത്? എന്താണെന്നറിയോ? ദൈവ പൈതൽ എന്നുള്ള ലേബലുണ്ട്. സ്തോത്രം. ഹല്ലിയ. ഇന്ന് ലോകത്ത് അംബാനിയുടെ മക്കളെയും ഒക്കെ ടാറ്റയുടെ മക്കളെയും ഒക്കെ നടന്നു പോകുക, അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റാർസിൻ്റെ ഒക്കെ മക്കളൊക്കെ നടന്നു പോകുമ്പോൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഭയങ്കര ബഹുമാനമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ദൈവ ജനത്തിനെ എത്രയധികം ബഹുമാനിക്കണം. ഹല്ലിയ. എന്താണെന്നറിയോ? നമ്മൾ നടന്നു പോകുന്നിടത്ത് രോഗസൗഖ്യം ഉണ്ടാകും. നമ്മൾ നടന്നു പോകുന്നിടത്ത് ഭൂതങ്ങൾ അലറിയോടും. നമ്മളൊന്ന് കൽപ്പിച്ചാൽ മതി, അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവജനമേ, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ ദൈവ പൈതലാണെന്ന് തിരിച്ചറിയുമ്പോൾ തലയുയർത്തി ഹല്ലേലൂയ തോളൊക്കെ ഒന്ന് നേരെയാക്കി ആ പദവിക്കനുസരിച്ച് നടക്കാൻ തുടങ്ങും. നടക്കുമ്പോൾ താനെ അനുഗ്രഹം വരും, താനെ ബഹുമാനം വരും, താനെ വാതിലുകളൊക്കെ തുറക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം, ആ വാക്യം അങ്ങനെയാണ് പറയുന്നത് അല്ലേ? പുരാതന കഥകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. എന്താ? രാജാവ് വരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാജാവ് എൻ്റെ അകത്ത് വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പലതും ഇന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ച് നിൽക്കേണ്ട സമയമാണ്. സ്തോത്രം. ഇന്ന് പല വിഷയങ്ങളും ഇന്ന് പറഞ്ഞ് എൻ്റെ കാൽ കീഴിലാകും. ഹല്ലേലൂയ. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച്, എന്നെ കൊച്ചാക്കാൻ ശ്രമിച്ച്, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് വിഷയങ്ങളൊക്കെ എൻ്റെ കാൽ ചുവട്ടിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാതെ അതൊന്നും അവിടുന്ന് ഒന്നും അനങ്ങത്തില്ല. ദൈവ പൈതലിൻ്റെ ആ പദവി തിരിച്ചറിയണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.